നമുക്ക് ഈ സംവിധാനത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്തുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണെങ്കിലും ഈ നമ്മുടെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഓരോ നയസമീപനങ്ങളും പരിപാടികളും ജനക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ തന്നെ പറയേണ്ടി വന്നത്, ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് 1-ാം സ്ഥാനം കേരളത്തിന്, ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനം കേരളത്തിന്, വർഗീയതകളില്ലാത്ത ക്രമസമാധാന പരിപാലനം ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിന്, വ്യാവസായിക സമാധാന സൗഹൃദ സംസ്ഥാനം കേരളം. ഇതെല്ലാം ഈ 1-ാം ക്ലാസ്സും A+ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ ഇതെല്ലാം കൂടി സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു ഗവൺമെൻറ് എന്ന നിലക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംവിധാനവും എല്ലാം തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് ഒരു ദേശീയബദ്ധ സംവിധാനത്തിൻ്റെ പ്രതിഷ്ഠാനിർഭരമായ ഒരു ആവിഷ്കാര രാഷ്ട്രീയ ബദ്ധതയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള BJPയുടെ ഏറ്റവും രൂക്ഷമായ നിലപാടുകളാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് പോലും ഇതുപോലുള്ള ഒരു മഹായജ്ഞം നടത്തിയത്. ഡൽഹി നടത്തുകാരിയുടെ പറഞ്ഞു, ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും MP-മാരും MLA-മാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള നമ്മുടെ ഈ യജ്ഞം ഇവിടെ നടത്താൻ സാധിച്ചു. അടുത്ത മാസമോ കുറെ കൂടി കഴിഞ്ഞാൽ ഈ രക്തസാക്ഷി മണ്ഡപം ഇവിടെ ഉണ്ടാകുമോ എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും ആർക്കും പറയാൻ കഴിയുമോ? ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ നമുക്ക് വീണ്ടും ഒരു സമരമോ സത്യാഗ്രഹമോ നടത്താൻ കഴിയും എന്ന് പറയാൻ കഴിയുമോ? നെഞ്ചത്ത് കൈവച്ച് അത് പറയാനേ കഴിയില്ല. അത്രയേറെ രൗദ്രമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വളരെയധികം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകളും ഭരണപ്രവർത്തനങ്ങളും ഇന്ത്യയുടെ പ്രതീക്ഷയാണ്, ഇന്ത്യയുടെ പ്രത്യാശയാണ്. അത് കേരളത്തെ മാത്രം ബാധിക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം, അതിൻ്റെ ഭരണ നേതൃത്വം, അതിൻ്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കഴിഞ്ഞ നവംബർ 1-നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിദാരിദ്ര്യ വിമോചിത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. അതും ഇന്ത്യക്ക് തന്നെ മാതൃകയായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു ദാരിദ്ര്യമുണ്ട്. അത് കേരളത്തിലെ പ്രതിപക്ഷങ്ങളുടെ രാഷ്ട്രീയ ദാരിദ്ര്യമാണ്. അതിന് പരിഹാരം കാണാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. അതിൻ്റെ ആ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്, എല്ലാ സ്ഥലങ്ങളും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്ന് ഇവിടെ ഈ കൂട്ടായ്മ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ മഹായജ്ഞം, ആ യജ്ഞത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ വികാരവിചാരങ്ങൾ ഒരു സംസ്ഥാനത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെയും കരുത്തിൻ്റെയും പ്രതീക്ഷയുടെയും കാര്യമാണ് എന്ന് മനസ്സിലാക്കി ഔചിത്യബോധത്തോടുകൂടി ഭരണഘടനാപരമായ മര്യാദയോടുകൂടി ഈ നടപടികളെയും നീക്കങ്ങളെയും കണ്ട് തുറന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും കേൾക്കാനും അംഗീകരിക്കാനുമുള്ള ഒരു ഭരണപരമായ ജനാധിപത്യപരമായ ഔചിത്യബോധം കേന്ദ്ര ഭരണാധികാരികൾക്ക് ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാൻ സർവ്വതിൽ ആഗ്രഹിക്കുന്നത്.